കൊച്ചുത്രേസ്യയുടെ ജീവിതം തന്നെ ദൈവാരാധനയായിരുന്നു. ദൈവത്തിനു മുമ്പിൽ നിഷ്കളങ്കയും നിർമ്മലവുമായി ജീവിക്കുവാൻ നിരന്തരം അവൾ പരിശ്രമിച്ചു. തൻ്റെ സ്നേഹപ്രവൃത്തിയിലൂടെയും എളിമയിലൂടെയും പ്രാർത്ഥനാ ത്യാഗം ഇവയിലൂടെയും വിശുദ്ധിയുടെ നറുമണം തൻ്റെ സമൂഹത്തിനും ലോകത്തെമ്പാടും പരത്തി. അവിടെ ആത്മാവിൽ നിറഞ്ഞിരുന്ന മധുരം നിറഞ്ഞ തേൻതുള്ളി പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളായിരുന്നു. ഒരു പുഷ്പം ചിത്രശില്പങ്ങളെയും തേനീച്ചകളെയും കരിവണ്ടുകളെയും ആകർഷിക്കുന്ന പോലെ കൊച്ചുത്രേസ്യ തൻ്റെ ആത്മീയ ശിശുത്വത്തിൻ്റെ പാതയിലൂടെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിച്ചു. തൻ്റെ സമൂഹാംഗങ്ങളും പ്രിയപ്പെട്ടവരും മാത്രമല്ല, പാപികളും അനുഭവിക്കുന്ന ഇരുവരും ഒരു പുഷ്പത്തിലെന്ന പോലെ സുഗന്ധത്തിൽ ആനന്ദവും ആശ്വാസവും പ്രതീക്ഷയും രക്ഷയും കണ്ടെത്തി. ഒരു പുഷ്പം ലോലമായിരിക്കുന്ന പോലെ മൃദുല സ്വഭാവമായിരുന്നു കൊച്ചുത്രേസ്യയുടേത്. പെട്ടെന്ന് മുറിപ്പെടാവുന്ന സ്വഭാവം ഇതളുകൾ പൊഴിയാതിരിക്കാൻ തണ്ടിനോട് ഒട്ടിച്ചേർന്നിരിക്കണമെന്ന് ആ പുഷ്പത്തിന് അറിയാമായിരുന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ മനോഹര പുഷ്പങ്ങളാണ്. ദൈവമൊഴിച്ച് മറ്റാരും അത് പറിക്കുവാൻ അനുവദിക്കരുത്. നവസന്യാസിനികൾക്ക് അവൾ ഉപദേശം നൽകി. തൻ്റെ സ്നേഹത്തിൻ്റെ ഒരണു പോലും ഏതെങ്കിലും സൃഷ്ടവസ്തുക്കളുമായി പങ്കുവയ്ക്കുകയില്ല. അത് അവളുടെ ഒരു ജീവിത നിശ്ചയമായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതി.